അഡ്വക്കേറ്റ് സമ്പത്ത്, ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇനി കൂടുതൽ ചർച്ച കേരളത്തിൽ വേണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. സാധാരണ ജനങ്ങൾ പോലും ഗവർണർ മാറുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അവർക്ക് പ്രത്യേക വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി അർലേക്കർ വരുന്നു എന്ന് കാണുമ്പോൾ സംസ്ഥാനം ഇപ്പോൾ ആലോചിക്കുന്നത്? ഡോക്ടർ ലാൽ, ഇന്ത്യയുടെ ഭരണഘടനയിലെ അനുച്ഛേദം 153, 154, അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 153, 154 ഒക്കെ ഈ ഗവർണർമാരുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിൽ പുതിയ ഗവർണർ ചുമതല ഏൽക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ എന്തു തന്നെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ മിക്കവാറും നമ്മുടെ നാട്ടിലെ ഈ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ആദ്യം മുതൽ തന്നെ ഇപ്പോഴും അത് പലപ്പോഴായി പല ഗവർണർമാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്, യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ മുമ്പ് ആദ്യം അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനായിരുന്നു. പിന്നീട് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, അതുപോലെ പുഞ്ചി കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അങ്ങനെ നിരവധി കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ അത് കാലാകാലങ്ങളിലെ ഗവൺമെൻറ്റുകൾ അത് വേണ്ട വിധത്തിൽ, യൂണിയൻ ഗവൺമെൻറ്റുകൾ അത് പരിഗണിച്ചില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള സർവകക്ഷി യോഗങ്ങൾ വിളിച്ചുകൂട്ടി അത്തരത്തിലൊരു ഇക്കാര്യത്തിൽ നീതിപൂർവമായ നമ്മുടെ ശക്തമായ കേന്ദ്രം, സംതൃപ്തമായ സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന് വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അത് ഉണ്ടായില്ല എന്നുള്ള നിർഭാഗ്യകരമായ കാര്യമാണ്. ഇന്നിപ്പോൾ CPIM-ൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു ഗവർണർ പുതുതായി ചുമതല ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായി CPIM എന്ന രാഷ്ട്രീയ കക്ഷിയും കേരളത്തിലെ LDF-ഉം കേരളത്തിലെ ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ വിലയിരുത്തുക എന്നുള്ളത് മാത്രമല്ല, കേരള സംസ്ഥാനം ആകെ വിലയിരുത്തുക. ഗവർണർ പദവി എന്നുള്ളത് ആ ചുമതല നിർവഹിക്കുമ്പോൾ ഒരാൾ അതിനു മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ അതിൻ്റെ പ്രവർത്തകനോ നേതാവോ പ്രതിനിധിയോ അതിന് മന്ത്രിയോ ഒക്കെ ആയിരുന്ന ആളുകൾ, പല ആളുകളും ഉണ്ട് എന്നുള്ളത് അപൂർവമായി ചിലപ്പോൾ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും, എന്തിന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന ജസ്റ്റിസ് സദാശിവം കേരളത്തിൻ്റെ ഗവർണറായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നതും അദ്ദേഹവും കേരളത്തിലെ ജനങ്ങളുമായുള്ള ബന്ധം, അത് അദ്ദേഹത്തിന് മലയാളം നന്നായി അറിയില്ലായിരുന്നു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഞാനിങ്ങനെ പല മലയാളം ചാനലുകളും, അത് ഐ വിൽ സ്വിച്ച് ഓവർ ഗ്രാജുവലി ഫ്രം വൺ ടു അനദർ. അപ്പോൾ ഞാനിങ്ങനെ കേട്ട് ഞാനിങ്ങനെ മലയാളം കുറച്ചൊക്കെ എനിക്ക് അറിയുമായിരുന്നു എന്നുള്ള നിലയിൽ. പക്ഷേ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ഇപ്പോൾ പടിയിറങ്ങുന്ന, കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ നിന്ന് പോയില്ല, അദ്ദേഹം പോകുന്നത് നല്ലത്. അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടന ലംഘിക്കാതെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിനുണ്ടായ തെറ്റുകൾ, കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് തന്നെ അദ്ദേഹം ചോദിക്കട്ടെ. ഇക്കാര്യത്തിൽ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ പുതുതായി വരുന്ന ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളിൽ, അദ്ദേഹം BJP ഗവൺമെൻറ്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഗോവയിൽ അദ്ദേഹത്തെ ഒരു കാലത്ത് മുഖ്യമന്ത്രി ആയേക്കുമെന്ന് പോലും ധരിച്ചിരുന്നതാണ്, മാധ്യമങ്ങൾ എഴുതിയതാണ്. പക്ഷേ BJP നേതൃത്വം അതിന് അനുവദിച്ചില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഈ RSS ബാന്ധവത്തെ സംബന്ധിച്ച് അദ്ദേഹം പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അതൊന്നും വിളിച്ചു വച്ചിരുന്നൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റേതായുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലതുമെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ ഗവർണർ പദവിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 200 നിഷ്കർഷിക്കുന്ന നിലയിലുള്ള ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ആ ഗവർണറുടെ ചുമതലയാണ്, കടമയാണ്, ബാധ്യത എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ ഗവർണർ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ സംസ്ഥാനത്ത് ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ, ഭരണഘടനയെ തന്നെ മറ്റൊരർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന പരാതിയുള്ളത് എന്നുള്ളത് അങ്ങേക്കറിയാം. പുതിയ ഗവർണർ വന്ന് അതിലൊക്കെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിലൊക്കെ ഒരു ആശങ്ക ഉണ്ടാകുമോ? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇമ്പാക്റ്റ് ഉണ്ടാകുമോ അതിൽ? പിന്നെയും അല്ല, നമുക്കിപ്പോൾ ആരെയും അങ്ങനെ ഒരു മുൻധാരണയോടുകൂടി, മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെയും നമ്മൾ കാണേണ്ടതായിട്ടില്ല. അപ്പോൾ മുമ്പ് തൻ്റെ അഭിഭാഷകയായിരുന്നപ്പോൾ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, തൻ്റെ രാഷ്ട്രീയ ചായ്വ് അങ്ങനെ പ്രകടിപ്പിച്ച
ജസ്റ്റിസ് വിക്ടോറിയ നമുക്കറിയാമല്ലോ, തൊട്ടപ്പുറത്ത് ചെന്നൈ ഹൈക്കോടതിയല്ല മദ്രാസ് ഹൈക്കോടതിയാണ് ഇപ്പോഴും, അത് ചെന്നൈ ഹൈക്കോടതിയല്ല മദ്രാസ് ഹൈക്കോടതി, കൽക്കട്ട ഹൈക്കോടതി എന്നൊക്കെ തന്നെയാണ്, ബോംബെ ഹൈക്കോടതി എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതൊന്നും അങ്ങനെയൊന്നും പേര് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആ മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അഭിഭാഷകർക്ക് തന്നെ അത് പൊതു സമൂഹത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചിട്ട് പറഞ്ഞു നമ്മളും അങ്ങനെ തന്നെ അതിനെ കണ്ടാൽ മതി. ഒരു വ്യക്തി when that person steps into that pair of shoes, ആ കോട്ടും ഗവണം അണിയുമ്പോൾ, ആ ചുമതലയിലേക്ക്, ആ കസേരയിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൻ്റെ പുതിയ ഗവർണർ കേരളവുമായി യോജിച്ചു പോകാൻ, കേരളത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റുമായി, അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ ഒന്നിലേറെ തവണ ഇക്കാര്യത്തെ സംബന്ധിച്ച് ജഡ്ജ്മെൻറ്റുകളിൽ വിധിന്യായങ്ങൾ, ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളിവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ CPIMൻ്റെ ഒക്കെ പ്രവർത്തകർ ഞങ്ങൾ ഈ വക്താക്കളായി ഞങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പലതും പറയുമായിരിക്കും. പക്ഷേ ഡോക്ടർ ലാലെ, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനൊരു പറയാം. അതായത് സുപ്രീം കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിധിന്യായം ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് 2023 നവംബർ 10 അധിക ദിവസമൊന്നും ആയിട്ടില്ല, ഒരു വർഷമേ ആയിട്ടുള്ളൂ അല്ലേ. 2023 നവംബർ 10 ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് പഞ്ചാബിലെയും കേരളത്തിലെയും ഗവർണർമാരെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആ വിധിന്യായത്തിൽ പറയുകയുണ്ടായി. അതിനു മുമ്പ് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ വന്നതിൽ അരുണാചൽ പ്രദേശിലെ ഗവർണർ നടത്തിയ രാഷ്ട്രീയ അട്ടിമറിയെ സംബന്ധിച്ച്, അക്കാര്യത്തെ സംബന്ധിച്ച് 2015 ഡിസംബറിൽ അന്ന് ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് അരുണാചൽ പ്രദേശിൽ മാത്രമല്ല ജമ്മു കാശ്മീരിലെ സംബന്ധിച്ച്, എന്തിനേറെ പറയുന്നു കർണാടകത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ച്, ഇവിടെ ഡൽഹിയിൽ അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ചില ഇടപെടലുകളെ സംബന്ധിച്ച് ഒക്കെ പറയും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്, ആ ലെജിസ്ലേച്ചർ എന്നുള്ളത്, ആ നിയമനിർമ്മാണ സഭ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളതാണ്. അതിനോട് ഉത്തരവാദിത്വമുള്ളതാണ് എക്സിക്യൂട്ടീവ്. അവരുടേതായിട്ടുള്ള ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്, അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം, അതിൻ്റെ ചുരുക്കം ഇതാണ്. അതിനുള്ള അധികാരാവകാശങ്ങൾ ഒരു ഗവർണർക്കില്ല. ഗവർണറുടെ അധികാരം എന്നുള്ളത് നത്തിങ് ലെസ് നത്തിങ് മോർ ദാൻ. ഇത് സൈഡ് ബൈ, ഇത് ഒരുമിച്ച് പോകേണ്ടതാണ് അത്തരം കാര്യങ്ങൾ. അതാണ് വാസ്തവത്തിൽ സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി, തർക്കത്തിലേക്ക് പോകാൻ അക്കാര്യത്തിൽ ഒരു മുൻവിധിയില്ല പുതിയ ഗവർണറെ കുറിച്ച്. അതാണ് നേരത്തെ ഡോക്ടർ സമ്പത്തും ചൂണ്ടിക്കാട്ടിയത്.